നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തു. എന്തൊക്കെ പഠിച്ചു? ലിമിറ്റ് എന്താന്ന് പഠിച്ചു അല്ലെ? പിന്നെ എന്താ ഒരു തിയറം പഠിച്ചു അല്ലേ? എന്തായിരുന്നു പഠിച്ചത്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ ജി ഓഫ് എക്സ്. പിന്നെയോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ ജി ഓഫ് എക്സ്. പിന്നെയോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ ജി ഓഫ് എക്സ്. നിങ്ങൾ നോക്കിയില്ലേ അത്? പിന്നെ എന്താ പഠിച്ചത്? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ ജി ഓഫ് എക്സ്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? നെക്സ്റ്റ് തിയറം 2 എഴുതിക്കേ. തിയറം 2 ലാംഡയുടെ അല്ലേ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ലാംഡ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് അല്ലേ? അതിനൊരു എക്സാമ്പിള് അത് എഴുതിയില്ലേ ലാസ്റ്റില് പറഞ്ഞു? ഇത് ഞാൻ നോട്ടെന്നും പറഞ്ഞു തന്നാ അല്ലേ? അതിനൊരു എക്സാമ്പിള് ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ആ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ഉള്ള ലിമിറ്റ് ഫംഗ്ഷൻ അതിനോട് ഈക്വൽ ആയിരിക്കും. അതിന്റെ എക്സാമ്പിള് ഒന്നും ഇല്ല. ഓക്കെ, നിങ്ങൾ തിയറം 2 എഴുതിക്കേ. തിയറം 2 Theorem 2. For any positive integer n, for any positive integer n, for any positive integer n, limit x tends to a, limit x tends to a, x raised to n minus a raised to n divided by x minus a is equal to n into a raised to n minus 1. Important ആണ് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എന്താണ്? ആരാ സംസാരിക്കുന്നത്? തിയറം റിപ്പീറ്റ് ചെയ്യാം. For any positive integer n, for any positive integer n, for any positive integer n, comma, limit x tends to a, x raised to n minus a raised to n divided by x minus a is equal to n into a raised to n minus 1. n into a raised to n minus 1. എഴുതിയോ? ഒരു എക്സാമ്പിൾ ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളാ. Evaluate limit x tends to 1, x tends to 1, x raised to 15 minus 1 divided by x raised to 10 minus 1. Limit x tends to 1, x raised to 15 minus 1 divided by x raised to 10 minus 1. എങ്ങനെയാ ചെയ്യാം? പറ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാ ലിമിറ്റ് ചെയ്തേ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 ആണെങ്കിൽ എക്സിന് എന്ത് കൊടുക്കും? 1 പറഞ്ഞിട്ടുള്ള വാല്യൂ കൊടുക്കും. ഇവിടെ ഒന്ന് 1 കൊടുത്താ അപ്പൊ എന്താ കിട്ടാ? 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1. ന്യൂമറേറ്ററിൽ 0 വരാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നോക്കിയ ഡിനോമിനേറ്ററിൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 റൈസ് ടു 10 എന്ന് പറയാൻ 1 ആണ്. 1 മൈനസ് 1 എത്രയാ? 0 ആണ്. 0 വരാവോ?
ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ എന്താ അങ്ങനെയുള്ള കേസസ് ഡിഫൈൻഡ് ആണോ? അല്ല. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പഠിച്ച തിയറമോ ഇനിയും തിയറംസ് പഠിക്കും, അതോ അപ്ലൈ ചെയ്ത് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് നമ്മൾ തിയറംസ് യൂസ് ചെയ്യേണ്ട. ഡിനോമിനേറ്റർ 0 ആയി പോകുന്ന കേസസ് വരാണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി വാല്യൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, x⁻15 - 1 / x⁻10 - 1 ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ഇവിടെ നമ്മുടെ തിയറം എന്താ? ലിമിറ്റ് x → a x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a. അതായത് ഇവിടെ നോക്കിയേ, x → a, ഇവിടെ എന്താ? x → 1 ആണ്. x⁻n - a⁻n, അപ്പൊ x⁻n - 1 നെ വേണമെങ്കിൽ നമുക്ക് 1/5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ x - a, ഇവിടെ ഏത് സ്ഥാനത്ത് 1 ആ. നമുക്ക് എന്ത് കൂടെ വേണം? ഒരു x - 1 കൂടെ ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോക്കാം, ലിമിറ്റ് x → 1 x⁻15 - 1 ഡിവൈഡഡ് ബൈ x - 1 the whole divided by x⁻10 - 1 divided by x - 1. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. കുഴപ്പമുണ്ടോ? എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിക്കേ, ഇനി എന്താ വെയിറ്റ്. ഇനി നോക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് x → a f(x) by g(x). എന്താന്നാ പഠിച്ചേ? പറ. ലിമിറ്റ് x → a f(x) ഡിവൈഡഡ് ബൈ ലിമിറ്റ് x → a g(x). ഇങ്ങനെ എഴുതാമല്ലോ. പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? തിയറം 1 പഠിച്ചില്ലേ? അപ്പൊ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? which is equal to limit x → 1 x⁻15 - 1 നെ നമുക്ക് 1/15 എന്ന് എഴുതാം അല്ലെ? ഡിവൈഡഡ് ബൈ x - 1 the whole divided by limit x → 1 x⁻10 - 1 divided by x - 1. ഇങ്ങനെ എഴുതാമല്ലോ. കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ ആരും എഴുതണ്ട, ശ്രദ്ധിക്കുക. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നോക്കിയേ, ലിമിറ്റ് x → a x⁻10 - a⁻n. ഇവിടെ വന്ന അതേ നമ്പർ തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. ലിമിറ്റ് x → a x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെയും അതേ ഫോർമാറ്റിൽ തന്നെയല്ലേ വന്നേക്കുന്നത്. പറഞ്ഞേ, ഇതിന്റെ ആൻസർ എന്തായിരിക്കും? n × a⁻n - 1 അല്ലെ? n ന്റെ വാല്യൂ എന്താ ഇവിടെ ന്യൂമറേറ്ററിലെ? 15 ഇൻറ്റു a യുടെ വാല്യൂ എന്താ? 1 1/n - 1 15 - 1 14 1/14 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ ഇവിടെയോ n ന്റെ വാല്യൂ 10 അല്ലേ? 10 × 1/9 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അതായത് 15/10. ഇത് ആരുടെയെല്ലാം മറ്റേ ചോക്ലേറ്റ് റാപ്പല്ല പോക്കറ്റിൽ കിടന്നാലും എങ്ങനെ ഇപ്പൊ സൗണ്ട് കേൾക്കണേ? ഇപ്പൊ ഇട്ടതാണോ പോക്കറ്റി? ആ, 15/10 which is equal to 3/2. ആ, പാന്റിന്റെ പോക്കറ്റ് മാറ്റി ഷർട്ടിന്റെ പോക്കറ്റ് മാറ്റി ബാഗ്. എഴുതിക്കേ, എഴുത്. തനിയെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ചാപ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചെയ്ത് പഠിച്ചോണേ കേട്ടാ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അടുത്ത വർഷം വേണ്ടതാണ്. അടുത്ത വർഷം ഇനി അങ്ങോട്ടേക്ക് എപ്പോഴും വേണ്ടതാണ്. എഴുതി കഴിഞ്ഞോ?
കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കഴിഞ്ഞോ? ബാക്കിയുള്ളവർ പോയോ? ജിസും ആദർശം നിങ്ങൾ കഴിഞ്ഞോ? ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോ? ക്വസ്റ്റ്യൻ നമ്പർ 5 വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ലിമിറ്റ് x tends to 0, x plus 1 the whole raised to 5 minus 1 by x. Limit x tends to 0, x plus 1 the whole raised to 5 minus 1 divided by x. ഓക്കെ, ഇവിടെ എക്സിന്റെ വാല്യൂ x tends to 0 ആണ്. ആ എക്സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും ഡിനോമിനേറ്റർ 0 ആയി പോകും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, തിയറം യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ഈ തിയറം ഇവിടെ യൂസ് ചെയ്യണം. എങ്ങനെ യൂസ് ചെയ്യാം? പറ, എന്താ തോന്നണേ? ഞാനിവിടെ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് എനിക്ക് ഇവിടെ ഉള്ളത് x plus 1 ആണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ഈ ഫോർമാറ്റിലോട്ട് മാറ്റണമെങ്കിൽ എനിക്ക് ഇവിടെ x plus 1 ആണെങ്കിൽ ഇവിടെയും x plus 1 വേണം. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഞാൻ ഈ സൈഡിൽ 1 ആഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തും 1 ആഡ് ചെയ്യണമല്ലോ അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ x plus 1-നെ y എന്ന് വിളിക്കുകയാണ്. x plus 1-നെ y എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്റെ ഇക്വേഷൻ എങ്ങനെ മാറും? ലിമിറ്റ് y tends to 0 അല്ല 1 ആണ്. x ആയിരുന്നു 0-ലേക്ക് ടെൻഡ് ചെയ്തിരുന്നത്. അപ്പൊ x plus 1 എങ്ങോട്ടേക്കായിരിക്കും ടെൻഡ് ചെയ്യുക? 1-ലേക്ക്. സോ ലിമിറ്റ് y tends to 1, x plus 1 the whole raised to 5 minus, ഇവിടുത്തെ പവർ 5 ആണെങ്കിൽ സെക്കൻഡ് നമ്പറിലെയും പവർ എന്ത് വേണം? 5 തന്നെ വരണം. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 1 raised to 5 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, അതായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഡിനോമിനേറ്റർ വരാൻ അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ആ ഉള്ളത്, +1 -1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? +1 -1 എന്ന് പറയുന്നത് 0 ആണ്. 0 ആഡ് ചെയ്താൽ ഒരു മാറ്റവും വരത്തില്ല അല്ലെ? ഈ ഫോർമാറ്റിൽ കിട്ടിയില്ലേ? നോക്കിക്കേ, ആൻസർ എന്താ? n × a raised to n - 1. n എന്താ? 5, a എന്താ? 1 raised to n - 1 എന്ന് പറഞ്ഞാൽ 4. എത്രയാ? 5. എന്ത് പറ്റി ഗായത്രി? മനസ്സിലായില്ലേ? ഒന്നും കൂടെ പറയണോ? അവിടെ നിൽക്കുവാണോ? നമ്മളിവിടെ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലിമിറ്റ് x tends to 0, x plus 1 the whole raised to 5 minus 1 by x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് എന്തായിരുന്നു? x ഏത് വാല്യൂയിലേക്കാണോ ടെൻഡ് ചെയ്യുന്നത് ആ വാല്യൂ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ x tends to 0 ആണ്. അപ്പൊ ആ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 0 വരും. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ 0 വന്നാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളപ്പോ ഈ തിയറം യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ തിയറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, x tends to a, ഇവിടെ എന്താണോ അതാണ് ഇവിടെ വന്നേക്കുന്നത്, x raised to n മൈനസ് ഇവിടെ എന്താണോ അതാണ് ഇവിടെയും വന്നേക്കുന്നത്. ഇനി ഇവിടുത്തെ നമ്പേഴ്സ് എന്താണോ അതുകൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കിട്ടിയോ? അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ എനിക്ക് x plus 1 ആണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ നമ്മൾ y എന്ന് മാറ്റിയല്ലോ x plus 1-നെ. അപ്പൊ ഇവിടെ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. ലിമിറ്റ് y tends to 1, y raised to 5 minus 1 raised to 5 divided by y minus 1. ഇങ്ങനെ ആക്കി മാറ്റണേ നമ്മൾ. കാരണം y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ y ഉം x ഉം കൂടെ ഒരു ഇക്വേഷനിൽ വേണ്ട. ഇസ് ഈക്വൽ ടു n എന്ന് പറയുന്ന 5 × 1 raised to 4 which is equal to 5. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? അതായിരുന്നോ കൺഫ്യൂഷൻ? മനസ്സിലായി.
അതും കൂടെ y ആക്കി. അതൊന്ന് മാറ്റിയതാണ്. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞോ? ദിയ, വേദ, ആദർശ്, ജിസ് കഴിഞ്ഞോ? കഴിഞ്ഞോ? Next question. Limit x tends to 3x square minus x minus 10 divided by x square minus 4. Limit x tends to 3x square minus x minus 10 divided by x square minus 4. Question ഏതിക്കെ? 2 ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? 2 സ്ക്വയർ എത്രയാ? 4. 4 minus 4 0. ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്തേ. ഫാക്ടറൈസ് ചെയ്യാന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡോ യൂസ് ചെയ്യാം. സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്തേ. എന്താ പ്രൊഡക്റ്റ് എന്ത് വരണം? -30. സം എന്ത് വരണം? -1 -6 5. അപ്പൊ എങ്ങനെ വരും? -6 5. അപ്പൊ എങ്ങനെയാ നമുക്ക് 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 10 എഴുതാൻ പറ്റുക? അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും? 3x square minus x minus 10. 3x square minus 6x plus 5x minus 10. ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റുക? അല്ലേ? which is equal to 3x കോമൺ എടുക്കുമ്പോൾ x minus 2 plus 5 കോമൺ എടുക്കുമ്പോൾ x minus 2 which is equal to x minus 2 കോമൺ എടുക്കാം 3x plus 5. ഇങ്ങനെ എഴുതാലോ, x minus 2 into 3x plus 5. So this equation can be written as limit x tends to x minus 2 into 3x plus 5 divided by x square minus 4. എങ്ങനെയാ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക? 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലേ? x square minus 2 സ്ക്വയർ എങ്ങനെ എഴുതാം? x plus 2 into a square minus b square. a plus b into a minus b അല്ലേ? x square minus 4നെ നമുക്ക് x square minus 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? ഇവിടെ ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുക? a square minus b square equal a plus b into a minus b which is equal to x plus 2 into x minus 2 അല്ലെ? So divided by x plus 2 into x minus 2. x minus 2 x minus 2 cancel. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് x tends to 3x plus 5 divided by x plus 2. ഇനി ഇവിടെ നോക്കി, ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. സോ അപ്പൊ എന്ത് കിട്ടും? 3 into 2 plus 5 divided by 2 plus 2 which is equal to 6 plus 5 divided by 4 which is equal to 11 by 4. This is the answer.
ഗായത്രി കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തില്ലേ എല്ലാരും? നെക്സ്റ്റ് ക്വസ്റ്റൻ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ എല്ലാരും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 8. Limit x tends to 3, x raised to 4 minus 81 divided by 2x square minus 5x minus 3. Limit x tends to 3, x raised to 4 minus 81 divided by 2x square minus 5x minus 3. Okay. ഇനി നോക്കാം, ഈ എക്സ് റേസ്ഡ് 4 മൈനസ് 81 ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 9 സ്ക്വയർ. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം? എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 9 സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ ആണുള്ളത് അല്ലെ? സോ എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 9 എഴുതാമല്ലോ. ഇനി എന്തെങ്കിലും ഫാക്ടറൈസേഷൻ പോസിബിൾ ആണോ? ഇതോ? ഇവിടെ നോക്കി, എക്സ് സ്ക്വയർ മൈനസ് 9, ഈ എക്സ് സ്ക്വയർ മൈനസ് 9നെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വെച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു x plus 3 into x minus 3. So we can write x raised to 4 minus 81 as x square plus 9 into x plus 3 into x minus 3 എഴുതാം. ഇനി എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്തേ. എന്ത് പറ്റി ഇന്നലെ ആശ്ചര്യപ്പെട്ടൊക്കെ ഇരിക്കണേ? നല്ലല്ലേ അല്ലേ? സ്റ്റെപ്സിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പൊക്കോളാം കേട്ടോ.
ഇല്ല. എടുക്കുന്നില്ലേ? അപ്പൊ എക്സാമിന് ഉണ്ടാവില്ലേ? ബൈനോമിയൽ തിയറം ഇല്ല അടുത്ത വർഷം. ഇല്ല അടുത്ത വർഷം ഇല്ല, ഒന്നുമില്ല. ത്രീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ ആ ഫാക്ടറൈസ് ചെയ്യട്ടാ. 2x² - 5x - 3 പ്രൊഡക്റ്റ് 6ഉം പ്രൊഡക്റ്റ് -6 സമ്മ് -5. ഏതൊക്കെയാ നമ്പർ? -6 1. (2x² - 5x - 3 can be written as 2x² - 6x plus x minus 3, which is equal to 2x common എടുക്കാം. So x minus 3 plus x minus 3. Take x minus 3 common. So we will get 2x plus 1. കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? ഇനി എന്താ ചെയ്യാ? ഇവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് x tends to 3, x raised to 4 minus 81 we can write it as x² plus 9 into x plus 3 into x minus 3 divided by 2x² minus 5x minus 3 എങ്ങനെ എഴുതാം? x minus 3 into 2x plus 1. Any cancellations possible? X minus 3 and x minus 3 will get cancelled. So what is left? Limit x tends to 3, x² plus 9 into x plus 3 divided by 2x plus 1. അല്ലേ? ഇനി എന്ത് ചെയ്യുക? എക്സിന്റെ വാല്യൂ 3 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കിയേ, 2 into 3 ആദ്യം ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 2 into 3 6, 6 plus 1 7, 0 ആവുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 3² 9 plus 9 into 3 plus 3 6 divided by 2 into 3 6, 6 plus 1 7, which is equal to 18 into 6 by 7, which is equal to 108 by 7. കിട്ടിയോ? കഴിഞ്ഞോ? ഇതെല്ലാം എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9. ലിമിറ്റ് x tends to 0, ax plus b divided by cx plus 1. എളുപ്പമാണ്, ചെയ്തോ, വേഗം ചെയ്തു. ടെക്സ്റ്റ് ബുക്ക് അല്ലേ കയ്യില്? എഴുതിക്കോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ലിമിറ്റ് x tends to 0, ax plus b divided by cx plus 1.
കഴിഞ്ഞോ? കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ആൻസർ എത്രയാ കിട്ടിയ? ബി. കംപ്ലീറ്റ് ചെയ്തോ നിങ്ങള്? കംപ്ലീറ്റ് ചെയ്തോ? Ninth question. Limit x tends to 0, ax plus b divided by cx plus 1. ഇവിടെ എന്ത് ചെയ്യാ? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ c ഇൻറ്റു 0 0 0 പ്ലസ് 1 വരുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, വേറെ സബ്സ്റ്റിറ്റ്യൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? a ഇൻറ്റു 0 പ്ലസ് b ഡിവൈഡഡ് ബൈ c into 0 plus 1 which is equal to 0 plus b. b by 1 which is equal to b. Okay, next question. 5:50 ആകുമ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യൂട്ടാ. ഇപ്പൊ 5:45 ആയി. Okay, next question. Question number 10. Question number 10. Limit z tends to 1, z raised to 1 by 3 minus 1 divided by z raised to 1 by 6 minus 1. ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി തനിയെ ചെയ്യണേ, കോപ്പി ചെയ്യരുത്. ലിമിറ്റ് z tends to 1, z raised to 1 by 3 minus 1 divided by z raised to 1 by 6 minus 1. വൺ റേസ് ടു എനി നമ്പർ 1 തന്നെയാണ്. അപ്പൊ 0 ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തിയറം യൂസ് ചെയ്യണം. തിയറം എങ്ങനെ അപ്ലൈ ചെയ്യും? z by 1 ആണോ? ലിമിറ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സിന്റെ ഒരു ഫംഗ്ഷൻ അല്ലേ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ ഏതാ? ഈ തന്നിരിക്കുന്ന നമ്പറിനോട് അടുത്തടുത്ത് വരുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ. അതിന്റെ മീനിങ്ങാ ഞാൻ പറഞ്ഞു.
ആൻസർ കിട്ടിയോ ബാക്കിയുള്ളവർക്ക്? ചെയ്യുവാണോ? ആൻസർ കിട്ടിയോ വിമൽ? ആൻസർ നോക്കുവാണോ പുറകെ? ഇതെങ്ങനെയാ ചെയ്യാ നമുക്ക് പറഞ്ഞേ? നമുക്ക് ഈ ഫോർമാറ്റിലോട്ട് കൊണ്ടുവരണം അല്ലെ? സോ ഇവിടെ നമുക്ക് എക്സിന് പകരം ഇവിടെ ഇസെഡ് ആണ്, എക്ക് പകരം 1 ആണ്. ഇസെഡ് റൈസ് ടു എൻ, എൻ എന്ന് പറയുന്നത് 1/3 ആണ്, മൈനസ് എ എന്ന് പറയുന്ന 1 ആണ്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ നമുക്ക് വേണം, അതായത് ഇസെഡ് മൈനസ് 1 വേണം അല്ലെ? സോ ഞാൻ ഇതിന് ഇങ്ങനെ എഴുതാണ്, ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 1, ഇസെഡ് റൈസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസെഡ് റൈസ് ടു 1/6 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നോക്കിക്കേ, ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 1, ഇസെഡ് റൈസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു 1, ഇസെഡ് റൈസ് ടു 1/6 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇസെഡ് മൈനസ് 1. ഓക്കെ, ഇതെന്താ ആൻസർ? എന്താ ഈ ഫോർമാറ്റിൽ കിട്ടിയില്ലേ? കിട്ടില്ലേ? എൻ എന്താ ഇവിടെ 1/3 അല്ലെ? 1/3 ഇൻറ്റു എ, 1 റൈസ് ടു എനി നമ്പർ ഇസ് 1. സോ പവർ ഞാൻ എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ, ഇവിടെയും ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്ന 1/6 ആണ്, 1/6 ഇൻറ്റു 1 which is equal to 1/3 divided by 1/6. So multiply with the reciprocal 6/1. 2. Answer is 2. കിട്ടിയാ വിമൽ? കിട്ടിയാ? നിങ്ങൾക്ക് കിട്ടിയാ? കിട്ടിയോ നന്ദന? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 11 ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 11. എന്താ വന്നേ? മണ്ണാണോ പറ്റിയ? ഗായത്രി ഒന്ന് ബോർഡിൽ ചെയ്യാം.
നമുക്ക് ഡിനോമിനേറ്ററിൽ എ പ്ലസ് ബി പ്ലസ് സി ആണ് ഉള്ളത് അല്ലേ? പക്ഷെ അവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് ബി പ്ലസ് സി നോട്ട് ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് 1 ആന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു -2 1/x plus 1/2 divided by x plus 2 ചെയ്തേ. സാറിന്റെ എനിക്ക് കിട്ടിയോ? ചെയ്തേ. Limit x tends to -2 1/x plus 1/2 divided by x plus 2. Numerator ഒരു fraction ആണ് having different denominators. എന്ത് ചെയ്യണം? Cross multiply ചെയ്യാം. Is equal to limit x tends to -2 2 plus x by 2x divided by x plus 2. Which is equal to limit x tends to -2 2 plus x by 2x into 1 by x plus 2. അല്ലേ? 2 plus x plus 2 ക്യാൻസൽ ആകും. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1 by 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/4. ദിസ് ഈസ് ദി ആൻസർ. അതെന്താ? 2 plus x by 2x ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രാക്ഷൻ. 2 plus x by 2x divided by x plus 2/1 ഇങ്ങനെയല്ലേ? ഇങ്ങനെയല്ലേ എന്ന് പറയുന്നത്? എന്താ? 2 plus x by 2x into 1 by x plus 2 ക്യാൻസൽ ആകും. 1/2x. കഴിഞ്ഞോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? ജസ്, റിയ, വേദ, ആദർശ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് തിയറം. Limit x tends to 0 sin x by x equal 1. Limit x tends to 0 1 minus cos x by x equal 0. Result ആണ്.
റിസൾട്ട് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0. എന്ത് പറ്റി ഗായത്രിക്ക് അറിയണേ? ക്വസ്റ്റ്യൻ അല്ല, അത് റിസൾട്ടുകളാണ്. ഇന്റഗ്രൽസ് ഉണ്ട്. ഇത് ഡെറിവേറ്റീവ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് അല്ല, പക്ഷെ ഇന്റഗ്രൽസ് ഉണ്ട്. ഡിഫറൻസിയേഷന്റെ ഇൻവേഴ്സ് ആണ് ഇന്റഗ്രേഷൻ. അച്ഛാ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടാണോ പോയെ? ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ പഠിച്ചു. അതെന്തായാലും നന്നായി. പക്ഷെ ഇപ്പൊ കൊമേഴ്സ് അല്ലേ? കഴിഞ്ഞല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രശ്നം എഴുതിയോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഉള്ള റിസൾട്ടുകൾ ഇതാണ്. സൈൻ എക്സ് പറഞ്ഞ റിസൾട്ട് ഇതാണ് അല്ലെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞാൽ ഇവിടെ എക്സ് ആണെങ്കിൽ എന്ത് വരണം? ഇവിടെയും എക്സ് തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ ബി എക്സ്. ഇവിടെ എന്താ നമുക്ക് വരണ്ടേ? എ എക്സ് അല്ലേ വരണ്ടേ? അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ, ഇവിടെ ഒരു എ കൂടെ വരണം അല്ലെ. സോ ഞാൻ ഇവിടെ മാത്രമായിട്ട് എ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ എക്സ് ഇൻറ്റു ബി. ഇങ്ങനെ എഴുതാമല്ലോ. ബി എക്സ് ഇൻറ്റു എന്ന് പറയണത് അല്ലേ? അപ്പൊ ഇത് നോക്കിക്കേ, ഈ എ ബൈ ബി കോൺസ്റ്റന്റ് ആണ്. സോ പുറത്തെടുക്കാം. എ ബൈ ബി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് സൈൻ എ എക്സ് ബൈ എ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് 1 അല്ലേ? എ ബൈ ബി ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു എ ബൈ ബി. ദിസ് ഈസ് ദി ആൻസർ. എഴുതിക്കും. നേരത്തെ വിമൽ ചോദിച്ചില്ലായിരുന്നു ഒരു നോട്ട് എന്ന് പറഞ്ഞ ഏരിയന്റെ ഒരു എക്സാമ്പിള്, ലിമിറ്റ് ഓഫ് ലാംഡ എഫ് ഓഫ് എക്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. കണ്ടോ, ഇവിടെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലാംഡ എ ബൈ ബി ആക്കി എടുക്കുക. ഇത് മൊത്തത്തില നമ്മൾ അടുത്തതിൽ കോൺസ്റ്റന്റ് ആയതാണ്, അത് പുറത്തോട്ട് ഇറക്കി.
അവിടെ 0 വരെ വന്നു 1 വന്ന മാറും. അവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 വരെ എക്സ്റ്റെൻസ് 0 തന്നെ വരണം. കഴിഞ്ഞോ? അത് കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14. Limit extends to 0. Sin ax by sin bx where a comma b not equal to 0. Limit extends to 0. Sin ax by sin bx a comma b not equal to 0. എങ്ങനെയാ ചെയ്യാ? ഒന്ന് പറഞ്ഞേ. നമുക്ക് sin ax by ax വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാം അല്ലെ? ഒരു ഡിവൈഡ് ചെയ്യാം ax കൊണ്ട്. അപ്പൊ ax കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ എന്തും കൂടെ ചെയ്യണം? മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം അല്ലെ? എന്നാലല്ലേ നോക്കാം. Which is equal to limit x tends to 0 sin ax by ax into ax divided by sin bx divided by bx into bx അല്ലേ? ഇങ്ങനെ എഴുതാലോ. എനിക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ ax വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 1 ആക്കി എഴുതാൻ പറ്റുള്ളൂ. ഇതിന്റെ ഡിനോമിനേറ്റർ bx വന്നാലേ 1 ആക്കി എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ വെറുതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈയും കൂടെ ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഫ്രാക്ഷന് മാറ്റമൊന്നും വരത്തില്ല. നമ്മളെപ്പോഴും +1 -1 അങ്ങനെയല്ലേ ഇടുക? 0 ആഡ് ചെയ്തു. ഇവിടെ എന്താ നമ്മള് മൾട്ടിപ്ലൈ ചെയ്ത് ax by ax 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. മാറ്റം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വേണ്ട ഫോർമാറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കാണ്, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 sin ax by ax into ax divided by ലിമിറ്റ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കൊടുക്കുക ചെയ്യുന്നത്. ലിമിറ്റ് x tends to 0 sin bx divided by bx into bx. ഓക്കെ, ഇപ്പൊ ആരും എഴുതണ്ട. ഇനി നോക്കിക്കേ, ലിമിറ്റ് x tends to 0 sin ax by ax എന്താ? 1 is equal to 1 into ax divided by limit x tends to 0 sin bx by bx എന്താ? 1 into bx. x cancel. ബാക്കി എന്താ ഉള്ളത്? a by this is cancel. പഠിക്കണം. എവിടെ പോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 16 ചെയ്യട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 16. 15 ഞാൻ ചെയ്തോളാം. 16 നിങ്ങൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 16. Question number 16. Limit x tends to 0 cos x by pi minus x. X ന് 0 ഇട്ട് കൊടുക്ക്. What is cos 0? എൻ്റെ അടുത്താണോ ചോദിക്കുന്നത്? ഇല്ല, നിർത്തിയിട്ടില്ല, അവർ ചെയ്യാണ്. Question number 16 ചെയ്യും. എത്ര കിട്ടിയ ആൻസർ? Limit x tends to 0 cos x divided by pi minus x. എന്ത് ചെയ്യാം? എക്സിന് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ പൈ മൈനസ് 0 പൈ ആണ് കിട്ടുന്നത്. 0 ആവുന്നില്ല. സോ വി ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ x is equal to 0. സോ ലിമിറ്റ് cos 0 by pi minus 0. cos 0 എത്രയാ? 1 by pi. This is the answer. Okay. കഴിഞ്ഞോ? ഇന്ന് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പോയി ചെയ്ത് പഠിച്ചോണം. ഒരു 3 times എങ്കിലും മിനിമം ചെയ്ത് പഠിച്ചോണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ 3 times കേട്ടിട്ടില്ലേ ഒന്നും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു.